ഓക്കെ, രണ്ട് ആസ്പെക്ട്സ് ആണ് പാരഡൈമിനുള്ളത് ഞാൻ പറഞ്ഞു. ഗ്ലോബൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ ലോക്കൽ ആസ്പെക്റ്റും. ഗ്ലോബൽ പാരഡൈം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ദ ഹോൾ വേൾഡ് ബിലീവ്സ് ഇൻ, കംപ്രൈസ് ഓൾ പ്രൊസീജിയർ ഓഫ് സയൻസ് ആൻഡ് സയൻസ് ഓർ സോഷ്യൽ സയൻസ്. അപ്പം മൊത്തം ലോകം വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവുള്ള ഒരു സംഭവം, ഒരു പാരഡൈമിനെയാണ് ഗ്ലോബൽ പാരഡൈം എന്ന് പറയുന്നത്. അതേസമയം ലോക്കൽ വേർഷൻ, സം സൊസൈറ്റീസ് എഗ്രി വിത്ത് എ ഗ്ലോബൽ ബിലീഫ് ആൻഡ് സം ഡു നോട്ട്. അപ്പം ചില ആളുകൾക്ക് തങ്ങളുടേതായിട്ടുള്ള ആസ്പെക്ട്സുകൾ പല കാര്യങ്ങൾക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ചിന്താഗതിയും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് ചിന്താഗതിയൊക്കെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, ലേഡീസിൻ്റെ ലിബർട്ടീനെ കുറിച്ച്, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചൊക്കത്തിലും നിരവധിയായിട്ടുള്ള പാരഡൈം പല രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ആറ്റിറ്റ്യൂഡുകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്ലോബലായിട്ടും ലോക്കലായിട്ടും പറയാവുന്നതാണ് അല്ലേ. നിങ്ങൾക്കത് അറിയാമായിരിക്കും. കാരണം നമ്മൾ വെസ്റ്റേണേഴ്സ് ചിന്തിക്കുന്നത് പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചില അതിർവരമ്പുകൾ അതൊക്കെ ഡിഫറെൻ്റാണ്. അപ്പം ചില കാര്യങ്ങളാണെങ്കിൽ എന്താണ്, അത് ഗ്ലോബൽ പാരഡൈം തന്നെയാണ്. എല്ലായിടത്തും ഒരുപോലെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ അത് അങ്ങനെ ആവണമെന്നില്ല. ദാറ്റ് ഈസ് ദ ടു ആസ്പെക്ട്സ് ഓഫ് പാരഡൈം എന്ന് പറയുന്നത്. ഓക്കെ, so paradigm in short is a set of beliefs and theories that our society possesses. It is a way of viewing the world and a framework from which to understand the human experience. മനുഷ്യന്മാരുടെ എക്സ്പീരിയൻസസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ ലോകത്തെ നോക്കി കാണാനുള്ള ഒരു രൂപരേഖയോ അല്ലെങ്കിൽ ഘടനയോ ഒക്കെയാണ് പാരഡൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുൻ എന്ന് പറയുന്ന കുനിയൻ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമുക്ക് പറയാനുള്ളത്. കുൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റാണ്. ഹി ഹാസ് ഡിഫൈൻഡ് 3 phases for paradigm: pre-scientific phase, normal phase and paradigm shift. 3 ഘട്ടങ്ങളിലൂടെയാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ പലരും വിചാരിക്കുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടാണ്, ഒന്നിൻ്റെ പുറത്ത് ഒന്ന് എന്ന രീതിയിൽ അട്ടിയായിട്ടാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇന്നൊവേഷൻസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രലോകം വരെ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല, അതിനെ വേറൊരു രീതിയിൽ നോക്കിക്കാണുകയാണ് കുൻ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു, പ്രീ സയൻറ്റിഫിക് ഫേസ് എന്നും നോർമൽ സയൻസ് എന്നും പാരഡൈം ഷിഫ്റ്റ് എന്നും പറയുന്ന 3 ഘട്ടങ്ങളാണ് ഒരു പാരഡൈം ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു 3 ഘട്ടങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പ്രീ സയൻറ്റിഫിക് ഫേസ് എന്ന് പറയുമ്പം ശാസ്ത്രമായിട്ട് മാറാതിരിക്കുന്ന വേഗമായിട്ടുള്ള ഐഡിയാസ് മാത്രം മനുഷ്യന്മാർ വെച്ച് പുലർത്തിയിരുന്ന ഒരു സ്റ്റേജിനെയാണ് പ്രീ സയൻറ്റിഫിക് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തില്ല, കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇറ്റ് ഈസ് എൻ ഇനീഷ്യൽ ഫേസ് ഓഫ് ഫോർമേഷൻ ഓഫ് തിയറീസ്. ഒരു തിയറി ഫോം ചെയ്തിട്ട് അതിനെ ജനറലൈസ് ആയിട്ടൊക്കെ നമുക്ക് പറയണമെങ്കിൽ കുറേ കാലം എടുക്കും അല്ലേ, അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാൻ. അപ്പം തിയറിയിലേക്ക് എത്താൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനീഷ്യൽ ഫേസാണ് പ്രീ സയൻറ്റിഫിക് ഫേസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ തിയറീസ് ആർ ഇൻകംപ്ലീറ്റ് ഓർ കംപ്ലീറ്റിംഗ് വിത്ത് വൺ, ഇറ്റ് ഈസ് കംപ്ലീറ്റിംഗ് അല്ല, കോമ്പീറ്റിംഗ് വിത്ത് വൺ അനദർ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, ചില ധാരണകളുണ്ട്, ചില നേരനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ തിയറികൾ അപൂർണമാണ്. ചിലർ പറയുന്ന തിയറികൾ മറ്റൊരാൾക്ക് ദഹിക്കുന്നില്ല, അയാളത് അംഗീകരിക്കുന്നില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള തിയറികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു ഫേസിനെയാണ് പ്രീ സയൻറ്റിഫിക് ഫേസ് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സോഷ്യൽ സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പ്യുവർ സയൻസ് ആണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ളൊരു ഫേസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോർമൽ സയൻസിൻ്റെ ഫേസാണ്. ഈ തിയറീസൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് വരികയും എല്ലാവരുടെ കയ്യിൽ നിന്നും അറ്റൻഷൻ കിട്ടുകയൊക്കെ ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂട്ടൻ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ഒരു ആപ്പിളിൻ്റെ വീഴ്ചയിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ആപ്പിളിൻ്റെ വീഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന തോന്നലുകളും ചിന്തകളും അദ്ദേഹം തിയറീസ് ആയിട്ട് രചിക്കുകയും ആ തിയറീസിൻ്റെ ബേസിൽ വീണ്ടും എന്തുണ്ടാവുകയാണ്, മീൻസ് അന്വേഷണങ്ങൾ, റിസർച്ചുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതിനോട് എന്താ പറയുന്നത് ഇക്വാലൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാമ്യമുള്ളതോ ആയിട്ടുള്ള മറ്റ് തിയറീസൊക്കെ ഇങ്ങനെ രചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആയിട്ടുള്ള തിയറീസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു അക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു പീരീഡാണ് അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് അട്ടിയായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ വിശകലനങ്ങളും ചിന്തകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനെയാണ് നോർമൽ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്തായിരിക്കും അത്? അതായത് എനോമലീസ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയും ബിയും ഈക്വലാണ്, ബി സിക്ക് ഈക്വൽ ആണെന്നുള്ളതാണ് തിയറി. എന്നാൽ ബി പലപ്പോഴും സിക്ക് ഈക്വൽ ആവുന്നില്ല, പല ഘട്ടങ്ങളിലും ആവുന്നില്ല. അപ്പം ഇതന്നെയാണ് അനോമലീസ് എന്ന് പറയുന്നത്. അതോടുകൂടെ ആൾക്കാരുടെ ചിന്തകൾ മാറി തുടങ്ങുകയാണ്. ചിലരെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങുന്നൊരു സ്റ്റേജാണിത്. അപ്പം ഇതിങ്ങനെയല്ല, ഇതിൽ വേറെ എന്തൊക്കെയോ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തം തള്ളിപ്പോയത് അങ്ങനെയാണ് അല്ലേ. അപ്പം അത്തരത്തിൽ പല രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ, നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നു ഉദിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ വിശ്വസിക്കുന്നില്ല. കാരണം അവർ പഠിക്കുന്നത് അങ്ങനെയല്ല. സൂര്യൻ ഉദിക്കുകയെന്നില്ല, അസ്തമിക്കുന്നില്ല, ഭൂമിയാണ് കറങ്ങുന്നത് അല്ലേ, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്തല്ല, ഓക്കെ അല്ല എന്ന് തോന്നുന്ന ഒരു ക്രൈസിസ് സ്റ്റേജും കൂടെ എവിടെ വരുന്നുണ്ട്, നോർമൽ സയൻസിൻ്റെ ഒരു ഏരിയയിൽ ഫേസിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അനോമലി കടന്നു വരുന്ന സമയത്ത് അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വിപ്ലവകരമായിട്ടുള്ള പരീക്ഷണങ്ങളിലേക്ക് കടക്കും. അത്തരം പരീക്ഷണങ്ങൾ വിപ്ലവകരമായിട്ടുള്ള റിസൾട്ടും തരും. അത്തരം റിസൾട്ട്സിനെയാണ്, അത്തരം സഡൻ ചേഞ്ചിനെയാണ് കുൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, previous theories have proved to be reluctant and its natural process and repeats. അപ്പം എന്താണ്, ഇത് പഴയതെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുകയും പുതിയത് മെനഞ്ഞുണ്ടാക്കുകയും അത് കുറേ കാലം പ്രിവിലൻസിലിരിക്കുകയും പിന്നീട് വീണ്ടും അത് തെറ്റാണെന്ന് മറ്റൊരാൾ തെളിയിക്കുകയും അങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് നമ്മുടെ കുൻ വിളിച്ചത്. ഓക്കെ, സോ തിയറീസ് ഷുഡ് ബി മോഡിഫൈഡ് ഓർ അബാൻഡൻ ഓർ ഗിവൻ കംപ്ലീറ്റ് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ വിച്ച് ഓഫേഴ്സ് മോർ കംപ്ലീറ്റ് ആൻഡ് ബെറ്റർ എക്സ്പ്ലനേഷൻ ഫോർ ബോത്ത് സയൻസ്, സോഷ്യൽ സയൻസ് ആൻഡ് വേൾഡ് വ്യൂ ആസ് എ ഹോൾ. അപ്പം പ്യുവർ സയൻസിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നിലവിലിരിക്കുന്ന സാധനങ്ങൾ മോഡിഫൈ ചെയ്യുകയോ അത് ഉപേക്ഷിച്ചു കളയുകയോ ചെയ്തിട്ട് പുതിയത് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത്. പാരഡൈം ഷിഫ്റ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ ചേഞ്ച് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓർ സൊസൈറ്റൽ വ്യൂ ഓഫ് ഹൗ തിങ്സ് വർക്ക് ഇൻ ദ വേൾഡ്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ തന്നെ കാഴ്ചപ്പാടിലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ചേഞ്ചിനെയാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് ഇദ്ദേഹം വിളിച്ചത്. അക്കോർഡിംഗ് ടു കുൻ, പാരഡൈം ഷിഫ്റ്റ് ഇംപ്ലൈസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ പ്രീവിയസ് തിയറി. ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടലായിട്ടുള്ളൊരു സമൂലമായിട്ടുള്ളൊരു മാറ്റമാണ് എന്നാണ് ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പാരഡൈം ഷിഫ്റ്റിനൊരു എക്സാമ്പിൾ പറയുന്നത് ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റാണ്. പുതിയ കോൺസെപ്റ്റ്സ്, പുതിയ വേർഡ്സ്, മീനിങ്സ്, നോംസ്, വാല്യൂസ് ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. പൊളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മളെല്ലാവരും ന്യൂജൻ അമ്മമാരൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ കുറച്ച് കാലം മുൻപ് വരെ പൊളിക്കുക, നമ്മുടെ ചെറുപ്പത്തിൽ പൊളിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ പുതിയ പുതിയ വേർഷൻസ് ലാംഗ്വേജിൽ പോലും വരുന്നുണ്ട്. അതൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ആയതുകൊണ്ട് പറഞ്ഞതേ. തിയറിയും പാരഡൈമും എപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് കുൻ ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് പാരഡൈം ഷിഫ്റ്റ്. താങ്ക് യു.